ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 63 റിവ്യൂ ആണ്. വീക്കെൻഡ് എപ്പിസോഡാണ്. ഈ ഒരു ചാനലിലെ റിവ്യൂ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക്, കേൾക്കുന്ന ആളുകൾക്ക് സന്തോഷം തരുന്ന ഒരു വീക്കെൻഡ് എപ്പിസോഡാണ് എന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ ചോദിക്കണമെന്ന് ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഒന്നുപോലും വിട്ടുപോകാതെ ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ട്. സാബു മോന് വലിയ താങ്ക്സ് കൊടുക്കുകയാണ്. കാരണം അദ്ദേഹം പറയാനുള്ളത് പച്ചയ്ക്ക് പറഞ്ഞു. ഋഷിക്കും അൻസിബയ്ക്കും നല്ല രീതിയിൽ അങ്ങോട്ട് കൊണ്ടു. നേരിട്ട് ഒന്നും കേട്ടിട്ടില്ല അധികം എങ്കിലും അഭിഷേകിനാണ് ഏറ്റവും ദേഷ്യം തോന്നിയത്. ആ ഒരു ദേഷ്യം അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രകടമായിരുന്നു. അദ്ദേഹം മൊത്തത്തിൽ ഒരു എതിർപ്പ് മോഡിലാണ് നിന്നത്. ലാലേട്ടനോടൊന്നും വലിയ കാര്യമായിട്ടുള്ള ഇഷ്ടം, ബഹുമാനമൊന്നും ഈ വിമർശനങ്ങളുടെ ടൈമിൽ ഇവർക്ക് ഉണ്ടായിരുന്നില്ല. സീസൺ 6 കുറെ ടീമിന് ലാലേട്ടനോട് ഇത്തിരി ബഹുമാനക്കുറവുണ്ട്. അത് നമുക്ക് വോട്ടിങ്ങിൽ കൂടെ പരിഗണിക്കാം. എപ്പിസോഡിൽ ആദ്യം BB ഹോട്ടൽ ടാസ്കിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു. സാബുവും ശ്വേതയും ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർ കറക്റ്റായിട്ട് ഗെയിമിനെ കുറിച്ചിട്ടുള്ള ഒരു സൂപ്പർ അനാലിസിസ് കണ്ടസ്റ്റൻസിന് അങ്ങോട്ട് ഇട്ടുകൊടുത്തു. അതിനകത്ത് എല്ലാ ഹിൻറ്റും ഉണ്ട്. ഗെയിം മാറ്റാനായിട്ടും ഗെയിം മാറ്റിപ്പിടിക്കാനായിട്ടും തുടരാനായിട്ടും ഒക്കെയുള്ള എല്ലാ ഹിൻറ്റും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടസ്റ്റൻസിനെ മുഴുവനായിട്ട് അനലൈസ് ചെയ്ത് അവർ ഒന്ന് രണ്ട് സ്ട്രോങ് പോയിന്റ്സ് പറഞ്ഞു. മനുഷ്യത്വമില്ലാത്ത കണ്ടസ്റ്റൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ലാത്ത കണ്ടസ്റ്റൻസ്, പകയുള്ള കണ്ടസ്റ്റൻസ്. ഏതായാലും അവർ പറഞ്ഞ കാര്യങ്ങളിലേക്ക് കറക്റ്റായിട്ട് പോവാം. ആദ്യം തന്നെ സായിയോടാണ് ലാലേട്ടൻ ചോദിച്ചത്, എങ്ങനെ ഉണ്ടായിരുന്നു ഹോട്ടൽ ടാസ്ക്? അടിപൊളിയായിരുന്നു എന്നുള്ളതാണ് സായി പറഞ്ഞത്. സായിയുടെ ഒരു രീതിക്ക് അനുസരിച്ചിട്ട് സായി കഴിഞ്ഞ ഒന്ന് രണ്ട് ആഴ്ചകളെ വെച്ച് നോക്കുമ്പോൾ നന്നായിട്ട് ചെയ്തു. ആ ഒരു ടാസ്കിൽ നിന്ന് പുറത്തായി എന്നുണ്ടെങ്കിലും അത്യാവശ്യം എന്റർടൈൻമെന്റ് കൊടുത്തു. ഗസ്റ്റും അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ശ്വേതയാണ് ആദ്യം തന്നെ പറഞ്ഞത്, ടാസ്ക് വൈസ് ഓക്കെ ആയിരുന്നു, എന്നാലും HR വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഡിസിഷൻ എടുക്കാൻ മൂപ്പർക്ക് ഒരു പവർ ഉണ്ടായിരുന്നില്ല. പവർ റൂം ഒക്കെ കാണിക്കണമെന്ന് പറഞ്ഞ് അതൊന്നും കാണിച്ചില്ല. അത് ശ്വേത അന്ന് തന്നെ അവിടെ പറഞ്ഞാണ്. ഇന്നത്തേക്ക് മാറ്റിവെച്ച കാര്യമൊന്നുമല്ല, അന്ന് തന്നെ അവരോടായിട്ട് പറഞ്ഞാണ് ഈ HR-ന്റെ ആ ഒരു ഉത്തരവാദിത്തം ഇല്ലായ്മയെ കുറിച്ചിട്ടും അദ്ദേഹത്തിന് ഡിസിഷൻ എടുക്കാനുള്ള ഒരു മടിയെ കുറിച്ചിട്ടും ഒക്കെ. അതേപോലെ സാബു പറയുന്നത് 5 സ്റ്റാർ ഹോട്ടലാണെന്നാണ് പറഞ്ഞത്, പക്ഷേ ബസ് സ്റ്റാൻഡിലുള്ള അമ്മണി ലോഡ്ജിനെക്കാട്ടിലും കഷ്ടമായിരുന്നു. ഒട്ടും വൃത്തി ഉണ്ടായിരുന്നില്ല, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നില്ല. ഓണേഴ്സ് അവിടെയുള്ള എംപ്ലോയീസിനെ അടിച്ചമർത്തുന്ന രീതിയാണ് കണ്ടത്. അതേപോലെ ഓണേഴ്സ് കട്ടിലിൽ നീണ്ടു നിവർന്ന് കിടക്കുകയായിരുന്നു. ഈ ഒരു കാര്യമൊക്കെ സാബു വന്ന ആദ്യ ദിനം തന്നെ ചോദിച്ചതാണ്. ഋഷിയോട്, HR-നോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് പവർ റൂമിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഓണേഴ്സ് റൂമിന് പുറത്തേക്ക് ഇറങ്ങാത്തത്? അങ്ങനെയാണോ? പവർ റൂമിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെയാണോ? ഇങ്ങനെ തന്നെ സാബു ചോദിച്ചു, പവർ റൂമിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെയാണോ? വെറുതെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുക, കിടക്കുക, അങ്ങനെ ചെയ്താൽ മതിയല്ലോ, വേറൊന്നും ചെയ്യണ്ട, വേറൊരു ഡ്യൂട്ടിയും ചെയ്യണ്ടല്ലോ. ഈ ഒരു കാര്യം സാബു ഇവിടെ കറക്റ്റായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. സാബു പറയുന്ന സമയത്ത് അൻസിബയ്ക്കും ഋഷിക്കും ഒക്കെ അങ്ങോട്ട് നല്ല രീതിയിൽ കൊള്ളുന്നുണ്ട്. അതിനോടൊപ്പം സാബു ജിൻഡോയ്ക്ക് പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ കറക്റ്റായിട്ടുള്ള ഒരു ഗെയിം അനാലിസിസ് സമ്മാനിച്ചിരുന്നു. ജിൻഡോയുടെ ഗെയിം എങ്ങനെയാണ്, ജിൻഡോ എങ്ങനെയാണ് മാറേണ്ടത്, ജിൻഡോ ഈ ടീമിലുള്ള ആൾക്കാരെ വിശ്വസിക്കാതിരിക്കുന്നതിനെ കുറിച്ചിട്ട് സാബു അവിടെ വെച്ച് തന്നെ പറഞ്ഞു. പക്ഷെ ജിൻഡോ അംഗീകരിക്കുന്നില്ല. ജിൻഡോ മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ അതോ ജിൻഡോയുടെ ഗെയിം അതാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. സാബു പറയുന്ന കാര്യങ്ങൾ ജിൻഡോ അംഗീകരിക്കുന്നില്ല. ജിൻഡോ അപ്പോഴും പറയുകയാണ് അർജുൻ, ശ്രീതു അവരെല്ലാം അങ്ങനെ വേറെ ടീമിന് വേണ്ടിയാണ് കളിക്കുന്നത്. എന്ത് ബാലിശമായിട്ടുള്ള ഗെയിം അനാലിസിസ് ആണ്. ജിൻഡോ വിചാരിക്കുന്നത് അങ്ങനെ ആരും വിശ്വസിക്കാതിരിക്കുന്നത് എന്തോ വലിയ മാസാണെന്നായിരിക്കാം. എനിക്കറിയില്ല, മനുഷ്യന്മാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കാതെ പകയോടെ, പേടിയോടെ, വിശ്വാസമില്ലാതെ ഗെയിം കളിച്ചാൽ ഇതിനകത്ത് ഇവർ പറയുന്നത് പോലെ ആ ഒരു ഫണ്ണ്, അതേപോലെ തന്നെ സ്നേഹം എലമെന്റ്സ് മിസ്സാവും. അത് തന്നെയാണ് ശ്വേതയും അതേപോലെ തന്നെ സാബുവും പറയുന്നത്. ആ ഒരു സാധനമില്ല, നമുക്ക് ഇവരോടൊരു സ്നേഹമില്ല, ഒരാളോടും ഒരു സ്നേഹമില്ല. സാബു പറയുന്നു, ഹൗസ് കീപ്പിങ്ങിലുള്ള മസിലുള്ള സ്റ്റാഫിന് കൂടെയുള്ള ആൾക്കാരെ വിശ്വാസമില്ല, മനുഷ്യത്വമില്ല എന്നൊക്കെ. അതൊക്കെ കേൾപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ശ്രീരേഖ സിജോ നന്നായി ചെയ്തു എന്ന് ശ്വേത എടുത്തു പറയുന്നുണ്ട്. സിജോ അദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു സ്പേസിൽ വലിയ കുഴപ്പമില്ലാതെ ചെയ്തു, എക്സ്ട്രാ ഓർഡിനറി ഒന്നും ആയിരുന്നില്ല. ശ്രീരേഖയെ ഒതുക്കിയതാണ്. ശ്രീരേഖയും ജാസ്മിനെയും പവർ ടീം ഒതുക്കിയതാണ്. സെക്യൂരിറ്റി പണി കൊടുത്ത് ഒതുക്കി, റോബോ പണി കൊടുത്ത് ഒതുക്കി, കിച്ചൺ പണി കൊടുത്ത് ഒതുക്കി, അങ്ങനെയൊക്കെ ഉള്ളൊരു പ്ലാൻ ആയിരുന്നു. ശ്രീരേഖ ആ ഒരു ഒതുക്കലിൽ നിന്നിട്ട് നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. ഗസ്റ്റ് അത് നോട്ടീസ് ചെയ്തു എന്നുള്ളതാണ്. ഗസ്റ്റ് അത് നോട്ടീസ് ചെയ്തു. ബാക്കിയുള്ള ആൾക്കാർ കട്ട ബോറിംഗ് ആയിരുന്നതുകൊണ്ട് ശ്രീരേഖയ്ക്ക് പണി കുറച്ച് എളുപ്പമായി. സാബു ജാസ്മിനൊക്കെ മുൻപുള്ള എന്റർടൈൻമെന്റ് ടീമിനെ കുറിച്ചിട്ട് എടുത്ത് പറയുന്നുണ്ട്. അവർ നല്ല പെർഫോമൻസ് ആയിരുന്നു. അത് അപ്സരയുടെ ഒക്കെ ഒരു ടീമായിരുന്നു. അപ്സര ഈ ടിപ്പ് ചോദിച്ച് വെറുപ്പിച്ചു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അവർ കുറേയധികം കാര്യങ്ങളിൽ ഗസ്റ്റിന്റെ സൈഡിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്സരയൊക്കെ ഉണ്ടായിരുന്ന എന്റർടൈൻമെന്റ് ടീം അവർക്ക് അവസരം മുതലാളിമാർ കൊടുക്കുന്നില്ല, വൈരാഗ്യം പോലെ പെരുമാറുന്നു എന്നൊക്കെ സാബു അവിടെ പറഞ്ഞു. അതേപോലെ തന്നെ HR-നെ അടിമയാക്കി വെച്ച അൻസിബയുടെ കാര്യവും സാബു ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഭാഷയുടെ കാര്യം. ജാസ്മിൻ ആൻഡ് റസ്മിൻ പൊട്ടിത്തെറിച്ച സമയത്ത് ശ്വേത പേടിച്ചു പോയി. ശ്വേതയ്ക്ക് മനസ്സിലായില്ല എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത്. നേരിട്ട് കണ്ടില്ല, അടുത്തുണ്ടായിരുന്നില്ല. പക്ഷെ ശ്വേതയാണ് ആ ഒരു ടാസ്ക് കൊടുത്തു വിട്ടത്. അത് വളരെ ഫെയർ ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. ശ്വേത വളരെ മാന്യമായിട്ട് ഗെയിമിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് എല്ലാ ആൾക്കാരെയും ജാസ്മിൻ്റെ പെർഫോമൻസ് കാണിക്കാൻ വേണ്ടി
ലിവിങ് ഏരിയയിലേക്ക് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ജാസ്മിൻ പലതവണ പോയി വിളിച്ചു, അവരെ എടുത്തുകൊണ്ട് വരാൻ പറ്റില്ലല്ലോ എന്ന് വരെ ശ്വേതയോട് വന്ന് പറഞ്ഞു. മൂന്നാമത്തെ തവണ ശ്വേതയാണ് പറയുന്നത്, റോബോ അല്ലേ, എന്ത് ഇമോഷൻസ്, പോയി വിളിച്ചിട്ട് വരിക. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഗ്യാസ് ഓഫ് ചെയ്യുന്നതും കയ്യേറ്റം നടക്കുന്നതും ഒക്കെ. പൊട്ടിത്തെറിച്ച ആ ഒരു മൊമെന്റ് വലിയൊരു മൊമെന്റാണ്. സീസൺ 6 നമ്മളിതിങ്ങനെ കണ്ട് നമുക്ക് പരിചയമായി. അവർക്ക് അത് ഭയങ്കര പേടിയായി പോയെന്നാണ് പറഞ്ഞത്. സാബു നല്ല കലിപ്പോടെയാണ് പറയുന്നത്, ഇവർക്ക് തമ്മിൽ ഒരു സ്നേഹവുമില്ല, സ്വാർത്ഥതയുടെ നിറകുടങ്ങളാണ്, ആർക്കും ആരെയും വിശ്വാസമില്ല, ഇവരൊരു സമൂഹത്തിൽ ജീവിക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചു. ഈ അൻസിബയാണ് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരോടും അതേപോലെ തന്നെ ബാക്കി കണ്ടസ്റ്റൻസിനോടും ഒക്കെ എപ്പോഴും സമൂഹത്തിൽ ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടും എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ചിട്ടും മനുഷ്യത്വത്തെക്കുറിച്ചും റെസ്പെക്റ്റിനെക്കുറിച്ചും വൃത്തിയെക്കുറിച്ചും സദാചാരത്തെക്കുറിച്ചും ക്ലാസ് എടുക്കുന്നത്. എന്നിട്ട് ഈ ആഴ്ച അൻസിബയുടെയും ഋഷിയുടെയും റസ്മിൻ്റെയൊക്കെ പക ടീമാണ് കളിച്ചത്. ക്രൂരമായിട്ടുള്ള ഒരു ഗെയിമായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന്. ഇന്നത്തെ എപ്പിസോഡിൽ പോലും ഈ ഒരു കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് പശ്ചാത്താപം, തെറ്റംഗീകരിക്കൽ എന്ന് പറയുന്ന ഒരൊറ്റ പരിപാടിയും അൻസിബയുടെ ഭാഗത്തു നിന്ന് വന്നില്ല. ഋഷി കുറച്ചും കൂടെ ലാലേട്ടനല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അൻസിബ ന്യായീകരിച്ചങ്ങോട്ട് മെഴുകുകയാണ്. എന്ത് തരത്തിലുള്ള ഒരു അഭിനയമാണ്. ഈ ഒരു അഭിനയം കണ്ടു കഴിഞ്ഞാൽ ജീതു ജോസഫ് വീണ്ടും അടുത്ത സ്ക്രിപ്റ്റ് സ്ട്രോങ് ആയിട്ട് എഴുതും, അൻസിബയ്ക്ക് വലിയ സ്ഥാനം കൊടുത്തിട്ട്. കാരണം അമ്മാതിരി അഭിനയമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. സായി അവരുടെ ഗെയിമിനെ കുറിച്ചിട്ട് പറയുകയാണ്, ഞങ്ങൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആകാൻ നോക്കിയായിരുന്നു, ഓണേഴ്സ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, റോബോട്ടിന്റെ ചിപ്പ് മാറ്റി, പക്ഷേ അവർ അകത്ത് കയറ്റിയില്ല. ആ ഒരു ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കാനായിട്ട് പറ്റാഞ്ഞത് പവർ ടീമിന്റെ ഏറ്റവും വലിയ പരാജയമാണ്. ഞാൻ 2-3 റിവ്യൂലടക്കം പറഞ്ഞു, വീണ്ടും ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കേണ്ടതുകൊണ്ട് ആവർത്തിക്കുകയാണ്. റോബോട്ട് എന്ന് പറയുന്നത് ഹോട്ടലിനെയാണ്, റോബോട്ട് ഒരു മനുഷ്യനല്ല. റോബോട്ടിനെ സംരക്ഷിക്കേണ്ടത് ഹോട്ടലുകാരാണ്. പുറത്തുള്ള ആളുകൾ ട്രെസ്പാസേഴ്സ് റോബോട്ടിനെ അടിച്ചുകൊണ്ട് പോയി ചിപ്പൊക്കെ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റോബോട്ടിന്റെ കുറ്റമല്ല. പക്ഷെ റോബോട്ടല്ല, ജാസ്മിനാണ്, പവർ ടീമാണ്. അതുകൊണ്ടാണ് ജാസ്മിനെ അകത്ത് കയറ്റാഞ്ഞതും അവിടെ വലിയൊരു ഇഷ്യൂ ഉണ്ടായതും. ആ ഒരു കാര്യത്തിൽ നോറയ്ക്കൊന്നും പങ്കില്ല എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും, നോറ റസ്മിനൊക്കെ ശക്തമായിട്ട് ജാസ്മിന്റെ അവസരം നിഷേധിക്കാൻ വേണ്ടിയുള്ള ശ്രമം അവിടെ നടത്തുന്നുണ്ടായിരുന്നു. റസ്മിൻ അതിന്റെ ന്യായീകരണമായിട്ട് പറയുന്നത് ഗസ്റ്റിനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ആക്ടുകൾ അനുവദിക്കാതിരുന്നത്. സാബു അപ്പോൾ പറയുന്നുണ്ട്, റസ്മിൻ പവർ ടീമായിട്ടാണ് കളിച്ചത്, HR ഒരു ബോധവും പക്കടവും ഇല്ല. ഇതൊക്കെ പാവം ഋഷി അവിടെ നിന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. കൂടെയുള്ള അഭിഷേകിനെ വല്ല നോക്കുകുത്തിയായിട്ടോ സെക്യൂരിറ്റി ആയിട്ടോ നിർത്താൻ മേലായിരുന്നോ എന്നൊക്കെ പച്ചയ്ക്ക് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കണ്ടസ്റ്റന്റ് ശരിക്കും സീസൺ 6 ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. സിജോ നന്മയുടെ നിറകടവും ഉപദേശിയാണ് പല സാഹചര്യങ്ങളിലും. സാബുവിനെ പോലെ സംസാരിക്കുന്ന ഒരാൾ വേണമായിരുന്നു. റോക്കി ഒരു പരിധി വരെ ഓക്കെ ആയിരുന്നു, പക്ഷെ റോക്കി ഷോ ഓഫ് ആണ്, റോക്കിനെ സഹിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ കാര്യസഹിതം വിമർശനങ്ങൾ പറയണം. ശ്വേത ജാസ്മിന്റെ ടാസ്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ജാസ്മിനെ ആരും മൈൻഡ് ചെയ്യാത്ത ഒരു സാഹചര്യത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അൻസിബ ഈ ഒരു ഘട്ടത്തിൽ ന്യായീകരിക്കുകയാണ്, ഹോട്ടൽ ഓണർ എന്നുള്ള രീതിയിൽ വലിയ ഇറിറ്റേഷൻ തോന്നി, അത് ഗസ്റ്റിനെ അഫക്റ്റ് ചെയ്യുമെന്നൊക്കെ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ആക്ട് അനുവദിക്കാതിരുന്നത്. മറ്റേ തിളച്ച എണ്ണയുടെ കേസ് എപ്പോൾ എടുത്തിടും ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം എടുത്തിട്ട് അതേപോലെ ഞാൻ ചിരിക്കുമ്പോൾ ഡാങ്കിനിയെ പോലെയാണ് എന്നൊക്കെ അൻസിബ അവിടെ പറഞ്ഞു. അപ്പോൾ സാബു അവിടെ കലിപ്പട്ട്, സാബുവിനെ ഇതൊക്കെ കേട്ടിട്ട് കലിപ്പാണ്. സാബു ലൈവിൽ പറഞ്ഞ് അത് നിങ്ങൾ പരിഹസിച്ച് ചിരിച്ചപ്പോൾ അല്ലേ എന്നൊക്കെ ഉള്ളത്. സാബുവിൻ്റെ അടുത്ത് ഇവരിങ്ങനെ എപ്പോൾ എങ്ങനെ ആര് എന്നൊക്കെ ചോദിച്ച സമയത്ത് സാബു കറക്റ്റായിട്ട് തന്നെ, അത് ഋഷിയാണ് നിങ്ങൾ അടിമയാക്കി വെച്ചിരിക്കുന്നത്, നിങ്ങൾ പരിഹസിച്ച് ചിരിച്ചിട്ടല്ലേ അവരങ്ങനെ വിളിച്ചത് എന്നൊക്കെ കറക്റ്റായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. സിജോ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ജാസ്മിൻ്റെ ആ ഒരു പെർഫോമൻസിനെ കുറിച്ചിട്ടും അട്ടി കിട്ടിയതിന് ശേഷവും റോബോ ആയി അഭിനയിച്ച ആ ഒരു ഡെഡിക്കേഷനെ കുറിച്ചിട്ടൊക്കെ പറയുകയുണ്ടായി. നോറ പെർഫോമൻസ് കാണാൻ വന്നിരുന്നതല്ല, ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വന്നിരുന്നതാണ് എന്ന് വ്യക്തമായിട്ട് അവിടെ പറയുന്നു. അപ്പോൾ ശ്വേത കുറച്ചൊരാശ്വാസം മുറിഞ്ഞിടത്ത് കുറച്ച് ഒരു തണുപ്പ് വെച്ച് കൊടുത്തു. നോറ ആൻഡ് റസ്മിൻ നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു, വലിയ സന്തോഷം. നോറയ്ക്ക് റസ്മിനും കുറച്ചൊരു ആശ്വാസം കിട്ടി. എന്നിട്ട് ശ്വേത പറയുകയാണ്, അൻസിബയെ പേഴ്സണലായിട്ട് അറിയാം, എന്നിട്ടും അൻസിബ അവിടെ കുറച്ചും കൂടെ ഒന്ന് പരിഗണിക്കേണ്ടതായിരുന്നു. അൻസിബ വളരെ പേഴ്സണലായിട്ട് തന്നെയാണ് ഗെയിം എടുത്തത്. ഈ സമയത്താണ് ലാലേട്ടൻ അപ്സരയോട് ചോദിക്കുന്നത്. അപ്സര അങ്ങോട്ട് മാറി. അപ്സരയ്ക്ക് കലിപ്പ് മൊത്തം തീർക്കാനായിട്ടുള്ള അവസരം ഇന്നത്തെ എപ്പിസോഡിലുണ്ടായിരുന്നു. ആർട്ടിസ്റ്റ് ആയിട്ടുള്ള അപ്സരയ്ക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ള വേദി കൊടുക്കാത്തതിനെ കുറിച്ചിട്ടൊക്കെ അപ്സര അവിടെ പറയുകയുണ്ടായി. ഇതിനുശേഷം ഋഷി ആയിട്ടുള്ള ഇഷ്യൂവിനെ കുറിച്ചിട്ടൊക്കെ അപ്സര സംസാരിക്കുന്നുണ്ട്. ഇതിനുശേഷം രസകരമായിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചു. കഴിഞ്ഞ ദിവസം ലൈവിലുണ്ടായിരുന്നതാണ്. അത് ഭയങ്കര ബോറ് പരിപാടിയായിരുന്നു. സണ്ണി സൈഡ് അപ്പ്, നമ്മുടെ ബുൾസൈ ഉണ്ടാക്കാനായിട്ട് ശരണയോടൊക്കെ ഗസ്റ്റ് പറയുന്നു. അവരാദ്യം ഉണ്ടാക്കിയപ്പോൾ ശരിയായില്ല. അങ്ങനെ കേടായ ബുൾസൈ കഴിക്കുന്ന തിരക്കിലായിരുന്നു പവർ ടീം. HR കൊടുക്കൂ എന്നൊക്കെ അൻസിബ പറഞ്ഞ സമയത്ത് ലൈവിൽ എനിക്ക് പൊളിഞ്ഞു. കാരണം അമ്മാതിരി ബോറടിപ്പിച്ച് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈവിൽ HR. അപ്പോൾ അൻസിബ ഇങ്ങനെ HR സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടപ്പോഴത്തേനും ഇപ്പോൾ HR മറ്റേ ബുൾസൈ കഴിക്കുന്നു, എന്നിട്ടാണ് ഗസ്റ്റിൻ്റെ ബാക്കി കാര്യങ്ങൾ ആലോചിക്കുന്നത്.
അത് നിലത്ത് വീണ ബുൾസൈ ആയിരുന്നു. അത് കഴിച്ച ആ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു. അവിടെയും ഋഷി വല്ലാണ്ട് അങ്ങോട്ട് അവിഞ്ഞു പോയി. അൻസിബ പിന്നെ ഫയറായിട്ട് നിൽക്കുന്നുണ്ട്. ഹോട്ടൽ ടാസ്കിനെ കുറിച്ചും പവർ ടീമിനെ കുറിച്ചും പിന്നീട് അഭിപ്രായങ്ങൾ ചോദിച്ചത് ജാസ്മിനോടാണ്. മോശമായിരുന്നു, പകവീട്ടലായിരുന്നു. ആദ്യ ആഴ്ച മുതലുള്ള കേസുകളൊക്കെ എടുത്തു വെച്ചിട്ടാണ് പവർ ടീം ഈ ഒരു ഗെയിമിനെ അപ്രോച്ച് ചെയ്തത്. റോബോട്ടായിട്ട് ജാസ്മിൻ നിന്നതുകൊണ്ടാണ് ഇത്രയധികം പുച്ഛമൊക്കെ ഉണ്ടായത്. വേറെ ആര് നിന്നാലും അവർ അത്രയധികം പുച്ഛിക്കത്തില്ലായിരുന്നു. ഗതിയില്ലാത്ത റോബോട്ട് എന്നൊക്കെ ഞാനായതുകൊണ്ടാണ് വിളിച്ചതെന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. അങ്ങനെ തന്നെയാണ്. അർജുൻ പറയുന്നത് ഇതെന്തോ രാജകൊട്ടാരവും അതേപോലെ തന്നെ അടിമകളുമാണ് എന്നുള്ള പ്രതീതിയാണ് ഹോട്ടൽ ടാസ്കിൽ തോന്നിയത്. ശ്വേത ഈ സമയത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അവസാനം ശ്വേത പ്രജയായിട്ട് മാറി. പവർ ടീമാർ ശരിയാണ്, അവർ സെപ്പറേറ്റ് ആയിരുന്നല്ലോ. അന്ന് റൂമിലിരിക്കുന്ന ഒരു പരിപാടി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സാബുവും ശ്വേതയൊക്കെ അവസാനം ഈ ഗെയിമിനെ കുറിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സാബു കറക്റ്റായിട്ട് തന്നെ പറയുന്നുണ്ട്, ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടാവില്ല, സമാധാനവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഐക്യവും ഒക്കെ ഇതിനകത്ത് വേണ്ടതാണെന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ടണൽ ടീം സൂപ്പറായിട്ട് കളിച്ചു. അത് നമ്മുടെ സായിയുടെയൊക്കെ ഒരു ടീമാണ്. ഹൗസ് കീപ്പിംഗ് നന്നായിട്ട് ചെയ്തു. ഇതിനിടയിലെല്ലാം ന്യായീകരിച്ച് മെഴുകാനായിട്ട് അൻസിബ റെഡിയായിട്ട് നിൽപ്പുണ്ട്. എന്ത് ചെയ്യാനാണ്, കാരണം അത്രയധികം സീനാണ്. ഇത്രയധികം സമ്മർദ്ദത്തിൽ ഒരു കൂട്ടം ആളുകളെ ആക്കിയ എപ്പിസോഡ് മറ്റേ ജാസ്മിൻ ഗബ്രിക്ക് ശേഷം ഇന്നാണ് വന്നത്. ജാസ്മിൻ ഗബ്രിയുടെ സാധനം ഇത്തിരി ടഫായിരുന്നു. അത് വേറെ ഒരു തീവ്രമായിട്ടുള്ള മൂഡായിരുന്നു. അതിനകത്ത് നിൽക്കുന്നത് ടഫാണ്. ഇത് പിന്നെ ഇത്രയധികം സംഘം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. മറ്റേ രണ്ടാൾക്കാരെ നിർത്തിയിട്ടുള്ള വിചാരണയല്ലായിരുന്നോ, അത് ഭീകരമായിട്ടുള്ള സാധനമായിരുന്നു. പിന്നെ സിബിൻ്റെ കേസ് എനിക്ക് അത്ര ഭീകരമായിട്ട് തോന്നിയില്ല. ഇതിനുശേഷം സായിയുടെ ബ്രില്യൻ ഗെയിമിനെ കുറിച്ചിട്ട് ലാലേട്ടൻ ചോദിച്ചു, മറ്റേ വജ്രത്തിൻ്റെ കാര്യം. അപ്പം വജ്രം ഉണ്ട്, അത് അങ്ങനെ പറഞ്ഞു കൊടുത്തു. വേറെ എന്തോ ഗെയിം പ്ലാൻ ചെയ്തു, വേറെ എന്ത് ഗെയിം പ്ലാൻ ചെയ്തു, ഒരു ഗെയിമും പ്ലാൻ ചെയ്തില്ല. സായിക്ക് മറ്റേ ചുളുവിന് കിട്ടിയ ഡയമണ്ടാണ്. അത് എത്രയും പെട്ടെന്ന് സ്വന്തമാക്കാൻ വേണ്ടി അനൗൺസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് അവിടെ കണ്ടത്. അപ്പോൾ സായി അവിടെ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. വജ്രത്തിന് വേറെ എന്തെങ്കിലും സവിശേഷതകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നോക്കിയിട്ട് ശ്രീദേവിക്ക് കൊടുക്കാമെന്നുള്ളതാണ് സായി അവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിനുശേഷം ജാസ്മിൻ, റസ്മിൻ എന്നിവർ തമ്മിലുള്ള അടിയെക്കുറിച്ചിട്ടാണ് അവിടെ ചർച്ച. സിജോ കാര്യങ്ങളെ കുറിച്ചിട്ട് വിശദീകരിക്കുന്നുണ്ട്. സിജോ ഇതൊക്കെ നോക്കാൻ വേണ്ടി വന്ന ഒരാളാണ്. കുറച്ച് നന്മ, കുറച്ച് പ്രാക്ടിക്കൽ ബുദ്ധി, ഇതൊക്കെയാണ് സിജോയുടെ ഇപ്പോഴത്തെ മെയിൻ. ഭയങ്കര ഡയലോഗാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരാൾ വേണം. സിജോ പറയുന്ന ഒരു കാര്യമുണ്ട്, ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരിക്കലും കൈ വീശരുത്. അപ്പോൾ അതെന്തൊരു ഫ്രണ്ട്ഷിപ്പാണ്. സിജു അർജുനോട് ചോദിച്ചു പോലും, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നീ എനിക്ക് നേരെ കൈ വന്നു. അപ്പം അർജുൻ പറഞ്ഞില്ല എന്നുള്ളത്. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റസ്മിനെതിരെ ആക്ഷൻ എടുക്കണം എന്നതുപോലെയാണ് സിജോ പറയുന്നത്. അപ്സരയ്ക്ക് അവസരം കിട്ടി, അപ്സര തകർത്ത് വാരികയാണ്. ജാസ്മിൻ അടിച്ചു എന്നുള്ളതാണ് അപ്സര ഓർത്തത്. അതുകൊണ്ട് ഓടിച്ചെന്ന് റസ്മിനെ പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിച്ചു. അപ്പം മാസ് കാണിക്കാൻ വന്നു എന്ന് അൻസിബ് പറഞ്ഞു. അതപ്പോഴല്ല പിന്നീടാണ് പറഞ്ഞതെന്നൊക്കെ അപ്സര പറയുന്നുണ്ട്. ഏതായാലും അൻസിബയെ തന്നെയാണ് ഇവിടെയും പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അർജുൻ പറയുന്നു ജാസ്മിൻ കറക്റ്റായിട്ട് തന്നെയാണ് ടാസ്ക് ചെയ്യുന്നത്. അപ്പോൾ അൻസിബ മറ്റേ സംഭവം എടുത്തു. തിളച്ച എണ്ണയുടെ കഥ, തിളച്ച എണ്ണ വീണായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെന്നൊക്കെ ഉള്ളൊരു കഥ. നല്ല ഓവറായിരുന്നു. എനിക്ക് നല്ല രീതിക്ക് പൊളിഞ്ഞു. എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, വിളിച്ചപ്പോൾ അങ്ങ് പോയാൽ പോരായിരുന്നു, ഇതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു. അയ്യോ, അൻസിബയ്ക്ക് ഇറിറ്റേറ്റിംഗ് ആയി. ഇവിടെ അപ്സര ഒരു ടേം യൂസ് ചെയ്യുന്നുണ്ട്, അൻസിബ ആൻഡ് ഫ്രണ്ട്സ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മൊത്തം കണ്ടപ്പോൾ തോന്നിയത്, ഈ കോംബോയെ കുറിച്ചിട്ടൊക്കെ ഘോരം ഡയലോഗ് അടിച്ച വ്യക്തിയാണ് അൻസിബ. ശരിക്കും ഇപ്പോൾ ഋഷി അൻസിബ കോംബോയാണ് ഏറ്റവും വൃത്തിയായിട്ട കോംബോ. കാരണം ഗെയിമും ഇല്ല. മറ്റേ ജാസ്മിൻ ഗബ്രിക്ക് ഗെയിമെങ്കിലും ഉണ്ടായിരുന്നു, സദാചാരം ഉണ്ടായിരുന്നുള്ള പ്രശ്നം. അവർ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. ഈ കോംബോ എന്ന് പറഞ്ഞാൽ ഒരുത്തനെ അടിമയാക്കി വെച്ചിട്ട് ഒരാൾ ഇങ്ങനെ വെറുതെ കട്ടിലേയിരിക്കുന്നു. ഈ ഗെയിമിനെക്കാളും നല്ലതായിരുന്നു അവരുടെ ഗെയിം. ഏതായാലും ഈ ഒരു അടി കേസിൽ റസ്മിന് യെല്ലോ കാർഡ് കിട്ടി. അപ്പം റസ്മിന് അടുത്ത ആഴ്ചത്തേക്ക് ടാറ്റ. ഈ ആഴ്ച ഏതായാലും പോകത്തില്ലായിരിക്കും. അപ്പം റസ്മിന് അടുത്ത ആഴ്ച പോകാനായിട്ടുള്ള വഴി ഒക്കട്ടെ. ഇതിനുശേഷം ഋഷിയുടെ ക്യാപ്റ്റൻസി, എന്തൊക്കെ കാര്യങ്ങളാണ്. ഋഷി പറഞ്ഞു, രണ്ട് സൈഡിൽ നിന്ന് വല്ലാത്ത പ്രഷർ ഉണ്ടായിരുന്നു, വലിച്ചു കീറുന്നത് പോലെയായിരുന്നു, ഞാൻ വല്ലാതെ ട്രൈ ചെയ്തു. അൻസിബയ്ക്ക് മാത്രം ഋഷിയുടെ ക്യാപ്റ്റൻസിയെ കുറിച്ചിട്ട് മികച്ച അഭിപ്രായമുണ്ട്. ഋഷിയുടെ ക്യാപ്റ്റൻസി ഇത്ര മോശമാണെന്ന് പവർ ടീമിലുള്ള ആൾക്കാരടക്കം പറയുമ്പോൾ എന്തുകൊണ്ട് ഋഷിയെ ജയിൽ നോമിനേഷനിലേക്ക് അവർ പരിഗണിച്ചില്ല എന്നുള്ളൊരു ചോദ്യമൊക്കെ അവിടെ ഉണ്ട്. അൻസിബ ഋഷിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഋഷി ഒരു മണ്ടനാണ് എന്ന് വരുത്തി തീർക്കുന്നത് പോലെ ആയി ആ ഒരു സപ്പോർട്ട്. ഋഷിക്ക് ഒന്നും അറിയില്ല, അതുകൊണ്ട് അൻസിബ എല്ലാം പറഞ്ഞു കൊടുത്തു. കഴിഞ്ഞ ദിവസം ഋഷി പറഞ്ഞിരുന്നു എനിക്കൊന്നും അറിയില്ല എന്നുള്ളത്. അൻസിബ എല്ലാം പറഞ്ഞു കൊടുക്കണം. ലാലേട്ടൻ അത് എടുത്ത് ചോദിക്കുകയുണ്ടായി. ഇവിടെയാണ് ഋഷിയുടെ ഭാഷയെ കുറിച്ചിട്ട് അൻസിബയോട് ലാലേട്ടൻ ചോദിക്കുന്നത്. അപ്പോൾ അപ്സര വീണ്ടും പെർഫോം ചെയ്യുകയാണ്. അപ്സര പറഞ്ഞു, അന്ന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി, അന്ന് ആരും ചോദ്യം ചെയ്തില്ല, ഋഷിയുടെ ഭാഷയെ കുറിച്ചിട്ട് ചോദ്യം ചെയ്തില്ല, നിന്റെ തൊള്ള അടക്കിടി എന്നൊക്കെ അപ്സരയോട് പറഞ്ഞിരുന്നു. പിന്നെ മറ്റേ ആക്ടിങ്, അത് ഞാനിനി വീണ്ടും പറയണോ? മറ്റേ ആക്ടിങ്ങിനെ കുറിച്ചിട്ട് അപ്സരയെ കളിയാക്കുകയാണ്. എന്ന് വെച്ചാൽ അപ്സര വന്നപ്പോൾ തൊട്ട് ആക്ടിങ് ആണ്, ഫേക്ക് ആണെന്നൊക്കെ പറയുന്നു. അപ്സര അപ്പോൾ തിരിച്ചു പറയുന്നു, നിനക്ക് ആക്ട് ചെയ്യാൻ അറിയാത്തത് എൻ്റെ കുറ്റമാണോ? അയ്യോ, എൻ്റെ പ്രൊഫഷനെ പറഞ്ഞെന്ന് പറഞ്ഞ് മോങ്ങയാണ്. അയ്യോ, വലിയൊരു കാര്യം ഇന്ന് ചോദിച്ചില്ലല്ലോ. ജിൻഡോയെ തല്ലിയായിരുന്നു ജാസ്മിൻ, എങ്ങനെയാണ്? മാറിക്കിടക്ക് എന്ന് പറഞ്ഞ് തല്ലിയായിരുന്നു. മനുഷ്യൻ ചത്തുപോയിരുന്ന എന്നെ ചെയ്തേനെ, അതിനെക്കുറിച്ച് ചോദിച്ചില്ല. അയ്യോ, ഇന്ന് ഫാൻസ് എല്ലാം കൂടെ ഇളവുമാവോ? ഫിസിക്കൽ അസോൾട്ട്,
സിൻഡോ കുറച്ചും കൂടെ മാന്യനാണ് ഫാൻസിനെക്കാരിലും. ഇതിനുശേഷം ഒരു കവിതാ ടാസ്ക് ആയിരുന്നു. ബിഗ് ബോസ് കൊടുത്ത കവിത ക്രിയേറ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്യുക. അതിനകത്ത് ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തത് സിജോയും ജാസ്മിനുമാണ്. മൊത്തത്തിലൊരു ഫണ്ണാക്കി. അതിനുശേഷം ജാസ്മിൻ ഹാപ്പി ആണോ എന്ന് ലാലേട്ടൻ ചോദിച്ചു. ഹാപ്പി അല്ല എന്ന് ജാസ്മിൻ പറഞ്ഞു. രണ്ടാൾക്കും അറിയാം ഇത് ചോദിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത വിഷയമായിരിക്കും എന്നുള്ളത്. അപ്പം ജാസ്മിൻ ഉത്തരം പറയാൻ റെഡിയല്ല, ലാലേട്ടൻ കാരണം ചോദിക്കാനും റെഡിയല്ല. ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതി എന്നുള്ളതാണ് പറഞ്ഞത്. ഇതിനുശേഷം ജയിൽ എക്സ്പീരിയൻസ്, ആ ഒരു ഡിസിഷൻ ശരിയായിരുന്നോ എന്നുള്ളത് ചോദിക്കുന്നു. ആ ഒരു ടോട്ടൽ സീനിൽ പവർ ടീം വെരി അൺഫെയർ ആണ്, അത് എവിഡൻ്റ് ആണ്. നോറയ്ക്ക് കുറച്ചും കൂടെ എസ്കേപ്പ് ചെയ്യാമെന്നുണ്ടെങ്കിലും ജാസ്മിൻ അതിന് സമ്മതിക്കുന്നില്ല. അപ്പോൾ റസ്മിൻ അറിയാതെ പറയുകയും ചെയ്തു വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ജാസ്മിനെ നോമിനേറ്റ് ചെയ്യുന്നത്. അതും ജാസ്മിൻ അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്. സോറി ജാസ്മിൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അൻസിബ എക്സോസ്റ്റഡ് ആയതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു നോമിനേഷൻ കൊടുത്തത് എന്നുള്ളതാണ് പറയുന്നത്. സിജോ അവിടെ സ്കോർ ചെയ്യുന്നുണ്ട്. വീക്കെൻഡ് എപ്പിസോഡുകളിലെ ഗെയിമറാണ് സിജോ. അതിനുശേഷം ജാസ്മിൻ്റെ മറ്റേ ജയിൽ ടാസ്കിലെ ക്യാരക്ടറുകളെ വരച്ചത് കാണിക്കുകയായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. അതിനകത്ത് ഓരോ സാധനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. മോഡേൺ ആർട്ട് വിത്ത് ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു ജാസ്മിൻ്റെ ജയിൽ ടാസ്ക്. രസമുണ്ടായിരുന്നു. പിന്നെ എവിക്ഷൻ, ശരണ്യ നന്ദന ഒഴിച്ച് ബാക്കി എല്ലാവരും ഇരിക്കുകയാണ്. അവരെ നാളത്തേനായിരിക്കും വെച്ചിരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ പോയാൽ നന്നായിരുന്നു. പോസ്റ്റ്മാൻ കൊണ്ടുവരുന്ന ലെറ്ററുകൾ ഒട്ടിക്കുമ്പോൾ കിട്ടുന്ന പേരുള്ള ആൾ അവിടെ നിൽക്കണം. അങ്ങനെ നന്ദന നിൽക്കുന്നു, ശരണ്യ പുറത്തു പോകുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ. ഒത്തിരി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ പറഞ്ഞ് തീർത്താണ്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക.